എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 13-ന്റെ 10 മുതൽ 12 വരെ. പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്ന എന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തുകളയും. കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. 10-ാം വാക്യം മുതൽ ഉപമകളായി പ്രസ്താവന നടത്തുന്നതിന്റെ മർമ്മവും അർത്ഥവും ഒക്കെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. ഇത് ഒരല്പം വ്യത്യാസം കാണിക്കുന്നുണ്ട്. 9-ാം വാക്യം അവസാനിക്കുമ്പോൾ 100 മേനി, അതായത് 30, 60, 100 മേനി ഫലം കായ്ക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞാണ് നിർത്തുന്നത്. ഇവിടെ 13-ാം അധ്യായത്തിന്റെ 10 മുതൽ തുടർന്ന് 23 വരെയുള്ള ഭാഗം ആദ്യത്തെ ഉപമ പുരുഷാരത്തോട് പറഞ്ഞ ശേഷം കർത്താവ് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു. എന്തുകൊണ്ടാണ് പുരുഷാരത്തോട് ഉപമകളായി പ്രസ്താവിക്കുന്നതെന്ന് അവർ ചോദിച്ചു. ഈ ചോദ്യം ഒരു പുതിയ ഉപദേശ രീതി കർത്താവ് അംഗീകരിച്ചതിനെ കാണിക്കുന്നു. അവരെന്നുള്ള പ്രയോഗം പുരുഷാരത്തെ ഉദ്ദേശിച്ചുള്ളതാണ്, അതായത് കേട്ട ആളുകളെ കുറിച്ച്. കർത്താവ് മറുപടി പറയുമ്പോൾ ഉപമാ രീതിയിലുള്ള ഉപദേശമാണ് പുരുഷാരത്തോട് പറഞ്ഞത്. സ്വർഗരാജ്യത്തിന്റെ മർമ്മം അന്ന് ശിഷ്യന്മാർക്ക് മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ, പുരുഷാരത്തിനില്ല എന്നുള്ളതാണ്. പുരുഷാരം മശിഹായെ തള്ളിക്കളഞ്ഞു, സത്യത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സത്യം അവർക്ക് മൂടുപടമിട്ട നിലയിലായിരുന്നു. ഇവിടെ വളരെ പ്രാധാന്യമേറിയ ഒരു തത്വമുണ്ട്. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു നീതിശാസ്ത്രത്തിൽ യോജിക്കാവുന്നതാണോ എന്നൊരു ചോദ്യം ആദ്യം ഉണ്ടാവാം. ഇല്ലാത്തവനാണല്ലോ കൊടുക്കേണ്ടത്. ഇതുള്ളവന് മാത്രമേ ലഭിക്കൂ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയ ആത്മീയ അർത്ഥമുണ്ട്. ഇല്ലാത്തവൻ എന്നതിൻ്റെ അർത്ഥം അതിന് കേവലം ഇല്ല എന്നുള്ള ബാഹ്യാർത്ഥം മാത്രമേ ഉള്ളെങ്കിൽ ഉള്ളതും കൂടെ എടുത്തു കളയുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കേണ്ടത്. ലൂക്കോസ് 18-ൽ പറയുമ്പോൾ ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. ചിലർക്ക് ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതുണ്ടെന്നുള്ള ബോധം ഉണ്ടായിരിക്കില്ല. യഥാർത്ഥത്തിൽ അതുണ്ടായിരിക്കുമെങ്കിലും അതിൻ്റെ പ്രയോജനവും സന്തോഷവും അനുഭവിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഗിലെയാദിലെ രാമോത്തിന്റെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ നഗരം നറുക്കിട്ട് ഇസ്രായേലിന് ദൈവം കൊടുത്തതാണ്, എങ്കിലും അത് ശത്രുവിന്റെ കൈവശമായിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത ഈ നഗരത്തെ അവർ വിലമതിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്തില്ല. ഇത് നമ്മെ സംബന്ധിച്ചും വളരെ ശരിയാണ്. സ്വർഗ സ്ഥലങ്ങളിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എന്നാൽ അതിനെ വിലമതിക്കാൻ നമ്മൾ ഒരുങ്ങുന്നില്ല. മത്തായി 13-ന്റെ 12-ൽ പറയുന്ന അതേ കാര്യം മർക്കോസ് 4-ാം അധ്യായത്തിലും ലൂക്കോസ് 8-ാം അധ്യായത്തിലും ഉണ്ട്. നമ്മൾ കേൾക്കുന്നത് എത്രയും വേഗം അനുഭവമാക്കാനുള്ള ആഹ്വാനമാണ് മർക്കോസ് 4-ാം അധ്യായത്തിൽ കാണുന്നത്. കർത്താവ് ഉപദേശിക്കുന്നതാണ്. ഇസ്രായേലിന് പ്രത്യേക സൗകര്യങ്ങളും പദവികളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പദവികളും സൗകര്യങ്ങളും അവർ അനുഭവമാക്കിയില്ല. അതുകൊണ്ട് അവരുടെ ഈ വിലയേറിയ പദവി അവർക്ക് നഷ്ടമാകുന്നു. അതായത് അതുകൊണ്ട് കേൾക്കുന്നത് പിടിച്ചുകൊള്ളാൻ എടുത്ത് അവരോട് പറയുകയാണ്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശങ്ങളെ അത് കൈവശമാക്കാൻ, ആർജിക്കാനുള്ള
ഒരു ആത്മീയ ത്വര ആവശ്യമാണ്. ഇത് കേട്ടുകൊണ്ടേയിരുന്നാലും ഹൃദയം തഴമ്പിച്ചവരെ പോലെ ആയിത്തീരുമ്പോൾ നമ്മിൽ ഉള്ളതുകൂടെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലടി ഞങ്ങളെ കാത്തു സൂക്ഷിച്ചല്ലോ കർത്താവെ. പുതിയ പകലിൻ്റെ സാധ്യതകളിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. കൈവിടാതെ കാത്തുകൊള്ളണമേ. ലജ്ജിതരായി പോകാതെ ജീവിപ്പാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ അളവറ്റ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.